നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. കേരള പോലീസ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനം കട്ടപ്പനയിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. പോലീസുകാരുടെ ആത്മഹത്യ ഗൗരവത്തോടെയാണ് സർക്കാർ നോക്കിക്കാണുന്നതെന്ന് മന്ത്രി. കടുവ ഭീതിയിൽ വണ്ടിപ്പെരിയാർ തങ്കമല മാട്ടുപ്പെട്ടി മേഖല. കടുവയുടെ കാൽപ്പാടുകൾ കണ്ടതിനെ തുടർന്ന് വനംവകുപ്പ് സ്ഥാപിച്ച ക്യാമറയിൽ കടുവയുടെ ദൃശ്യം പതിഞ്ഞു. ഇതോടെ പ്രദേശത്തെ 30ഓളം കുടുംബങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായ കടുവയെ കെണിവെച്ച് പിടികൂടണമെന്ന ആവശ്യവുമായി നാട്ടുകാർ. കട്ടപ്പന കുട്ടിക്കാനം മലയോര ഹൈവേയുടെ ഭാഗമായി നിർമ്മിക്കുന്ന കലിങ്കുകൾ പൂർണ്ണമായി പണിയാൻ കരാറുകാർ താമസം വരുത്തുന്നതായി പരാതി. നിർമ്മാണത്തിലിരിക്കുന്ന കലിങ്ക് ഭീഷണി ഉയർത്തുന്നത് കട്ടപ്പന 20 ഏക്കറിൽ. മൂന്നാർ ഗ്യാപ് റോഡിൽ യുവാക്കൾ സാഹസിക യാത്ര നടത്തിയ വാഹനം മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്തു. മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്ത തമിഴ്നാട് രജിസ്ട്രേഷനുള്ള വാഹനം മൂന്നാർ പോലീസിന് കൈമാറി. യുവാക്കൾക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. പോലീസുകാരുടെ ആത്മഹത്യ ഗൗരവത്തോടെയാണ് സർക്കാർ നോക്കിക്കാണുന്നതെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. കേരള പോലീസ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനം കട്ടപ്പനയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് സേനയാണ് കേരളത്തിലേതെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിലെ പോലീസിന്റെ അഭിമാനത്തിനടയാളം ആകാശത്തിൻ നീലിമയിൽ പാറിപ്പറക്കട്ടെ. ഏറെ ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കേണ്ടവരാണ് പോലീസ് സേന. രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് സേനയാണ് കേരളത്തിലേത്. കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകൾ ജനസൗഹൃദ കേന്ദ്രങ്ങളായി മാറിക്കഴിഞ്ഞു. ജനമൈത്രി പോലീസ്, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് തുടങ്ങിയവയെല്ലാം വിപ്ലവകരമായ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്. പ്രളയം, കോവിഡ് മഹാമാരി കാലഘട്ടങ്ങളിൽ ജീവൻ പണയപ്പെടുത്തിയാണ് പോലീസ് സേവനമനുഷ്ഠിച്ചത്. സാമൂഹിക, സാംസ്കാരിക, സന്നദ്ധ സേവന മേഖലകളിലെ പോലീസിന്റെ പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണെന്നും സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. പോലീസ് സേനയെ സംബന്ധിച്ച് കേരളത്തിൽ അഭിമാനിക്കാവുന്ന നിമിഷങ്ങളാണ്. പോലീസിൽ വന്നിരിക്കുന്ന മാറ്റം, ജനപ്രിയമായിട്ടുള്ള ഇടപെടലുകൾ, തീർച്ചയായിട്ടും നമ്മുടെ പോലീസ് സ്റ്റേഷനുകളുടെ നവീകരണം, ജനമൈത്രി പോലീസിൻ്റെ രൂപീകരണം, ഇന്ന് പുതിയ ആധുനികവൽക്കരണത്തിൽ പുതിയ പോലീസ് സ്റ്റേഷനൊക്കെ കണ്ടാൽ പഴയ പോലീസ് സ്റ്റേഷനാണെന്ന് പോലും തോന്നില്ല. എത്രയോ വലിയ മാറ്റങ്ങളാണ് ദർശിക്കാൻ കഴിയുന്നത്. ഏവർക്കും വരാനും പരാതികൾ പറയാനും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ചിന്തിക്കുന്നവർക്ക് നല്ല നിലയിൽ അവർക്ക് വന്ന് കാര്യങ്ങൾ പറഞ്ഞു പോകാൻ കഴിയുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു എന്നുള്ളത് ഈ രംഗത്തെ വലിയ മാറ്റങ്ങളാണ്. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് ചരിത്രപരമായൊരു മാറ്റമല്ലേ ഉണ്ടാക്കിയത്. കേരളത്തിന് വലിയ മുഖം പകർന്നു കൊടുത്തു. വിദ്യാർത്ഥികളിൽ നല്ല അവബോധമുണ്ടായി. രക്ഷിതാക്കളിലും നാടുകളിലും നല്ല ഡിസിപ്ലിൻ ആയി ജീവിക്കാൻ തുടങ്ങുന്ന ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കായിരുന്നു. ഒരു സേനാ വിഭാഗത്തിന് കഴിയുമെന്ന് തെളിയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്. ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഈ സേനാ വിഭാഗത്തിൻ്റെ അംഗങ്ങളാണ്. നിങ്ങളുടെ പരിശീലനവും ജോലിയും കുടുംബവും കുടുംബജീവിതവും എല്ലാം ഒരുമിച്ച് ചേർന്ന് പോകാൻ കഴിയത്തക്ക വിധത്തിലുള്ള വലിയ മാറ്റങ്ങൾ പോലീസിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. 2016 കാലഘട്ടം വരെ ഉണ്ടായിരുന്ന വ്യത്യസ്തമായിട്ട് സേനാംഗങ്ങൾക്കും പോലീസ് നവീകരണത്തിനും വേണ്ടി മാറ്റിവെക്കുന്ന തുക ബഡ്ജറ്റ് വിഹിതം തന്നെ ഒത്തിരി ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്നു. 1044 കോടി രൂപ അല്ലെ 1045 കോടി രൂപയായിരുന്നത് ഇന്ന് 152 കോടി രൂപയാണ് ഈ സാമ്പത്തിക വർഷം തന്നെ ബഡ്ജറ്റ് മാറ്റിവെക്കാൻ കഴിയുന്നത്. പോലീസ് സ്റ്റേഷനുകളുടെ നവീകരണം, ആധുനികവൽക്കരണത്തിന് വേണ്ടി ക്വാർട്ടേഴ്സ് നവീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കേന്ദ്ര സഹായം കൂടി ലഭ്യമാക്കിക്കൊണ്ട് 102 കോടി രൂപ മാറ്റിവെക്കാൻ സാധിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. അപ്പോൾ ആ നിലയിലെല്ലാം മെച്ചപ്പെട്ട സർവീസ് കൊടുക്കാനായിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ നല്ല നിലയിൽ തയ്യാറെടുക്കാനും അതോടൊപ്പം ഈ നാടിൻ്റെ ക്രമസമാധാനങ്ങളെ പരിപാലിക്കുവാനും നല്ലൊരു മുഖം കൊടുക്കുവാനും നിങ്ങൾ കാണിക്കുന്ന വലിയ വ്യാപകമായ പോരാട്ടത്തെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ജില്ലാ പ്രസിഡന്റ് എസ് അനീഷ് കുമാർ അധ്യക്ഷനായിരുന്നു. ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപ്, നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി, സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് എസ് ആർ ഷിനോദാസ്, ജനറൽ സെക്രട്ടറി ഇ വി പ്രദീപൻ, ജോയിന്റ് സെക്രട്ടറി എം അജിത് കുമാർ, വൈസ് പ്രസിഡന്റ് സഞ്ജു വി കൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി ഇ ജി മനോജ് കുമാർ, കട്ടപ്പന നഗരസഭാ കൗൺസിലർ സോണിയ ജെ ബി തുടങ്ങിയവർ സംസാരിച്ചു.
കടുവ ഭീതിയിൽ വണ്ടിപ്പെരിയാർ തങ്കമല മാട്ടുപ്പെട്ടി മേഖല. കടുവയുടെ കാൽപ്പാടുകൾ കണ്ടതിനെ തുടർന്ന് വനംവകുപ്പ് സ്ഥാപിച്ച ക്യാമറയിൽ കടുവയുടെ ദൃശ്യം പതിഞ്ഞു. ഇതോടെ പ്രദേശത്തെ 30ഓളം കുടുംബങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായ കടുവയെ കെണിവെച്ച് പിടികൂടണമെന്ന ആവശ്യവുമായി നാട്ടുകാരും രംഗത്തെത്തി. വണ്ടിപ്പെരിയാർ തങ്കമല മാട്ടുപ്പെട്ടി 6-ാം നമ്പർ പുതുവൽ ഭാഗത്താണ് കഴിഞ്ഞ 4 ദിവസങ്ങളിലായി കടുവയുടെയും കരടിയുടെയും സാന്നിധ്യം കണ്ടുവരുന്നത്. കൂടാതെ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തുകയും ചെയ്തു. തുടർന്ന് പ്രദേശവാസികൾ വനംവകുപ്പിൽ വിവരമറിയിച്ചു. ഇതോടെയാണ് പ്രദേശത്ത് ക്യാമറ സ്ഥാപിച്ചത്. ക്യാമറയിൽ കടുവയുടെ ദൃശ്യം പതിയുകയും ചെയ്തു. ഇതോടെ തങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായ കടുവയെ കിണിവെച്ച് പിടികൂടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇവിടെ കടുവയുണ്ട്, കരടിയുണ്ട്. ഇത് അവരെ ബോധ്യപ്പെടുത്തിയിട്ടുള്ള വിഷയമാണ്. അവരും വന്ന് കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇവിടെ ഈ വന്യമൃഗങ്ങളെ കാട്ടിലേക്ക് എത്തിക്കാനുള്ള സംവിധാനം ചെയ്യുക. ഈ വഴിക്ക് സ്കൂൾ കുട്ടികൾ പോകുന്നുണ്ട്, കർഷകർ പോകുന്നുണ്ട്, കർഷക തൊഴിലാളികൾ പോകുന്നുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാർ പോകുന്നുണ്ട്. പാതിരാത്രിയൊക്കെ ആൾക്കാർ വരുന്ന ഒരു സംവിധാനമാണ് ഉള്ളത്. എന്നാൽ പല പ്രാവശ്യം അറിയിച്ചിട്ടും നടപടികളൊന്നും ഇതുവരെയ്ക്കും ഉണ്ടായിട്ടില്ല. അത് ഉണ്ടാകണം. ഇവിടുത്തെ വന്യമൃഗങ്ങളെ, കരടി, കടുവ പോലെയുള്ള മൃഗങ്ങളെ കാട്ടിലേക്ക് എത്തിക്കാനുള്ള സംവിധാനം ചെയ്യുക. അതാണ് ചെയ്യേണ്ടത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 4 ദിവസമായിട്ട് കടുവ ഇവിടുന്ന് പോകുന്നില്ല. തൊഴുത്തിൽ വന്ന് തൊഴുത്തിൻ്റെ പരിസരത്തൊക്കെ വന്നിട്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ അറിയിച്ചിട്ടുള്ളതാണ്. അവർ ചെയ്യേണ്ടത് എന്നതാ, ഈ കടുവ വന്നിട്ടുള്ള കാര്യം അവർക്കറിയാമല്ലോ, കരടി ഉണ്ടെന്നുള്ള കാര്യം അറിയാമല്ലോ, അത് ബോധ്യപ്പെട്ടതാണല്ലോ. ഇത് എന്തുകൊണ്ടാണ് കൂട് വെച്ച് ഇതിനെ പിടിച്ച് മാറ്റാൻ പറ്റാത്ത കാരണം എന്നാ? ഞങ്ങൾ മനസ്സമാധാനമായിട്ട് ഇവിടെ ജീവനോട്, അതായത് ഞങ്ങൾക്ക് സംരക്ഷണം തരണം എന്നാണ് നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത്. കഴിഞ്ഞ 2 വർഷത്തിനിടെ 5ഓളം വളർത്തു പശുക്കളെയാണ് കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. എന്നാൽ പലപ്പോഴും വനംവകുപ്പ് വേണ്ട രീതിയിലുള്ള ഇടപെടൽ നടത്തുന്നില്ലെന്നും പ്രദേശവാസികൾ ആരോപിച്ചു. വീടിന്റെ പരിസരത്ത് ഭയങ്കര ബുദ്ധിമുട്ടായി. ഈ മൃഗങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് മാറി താമസിക്കാനുള്ള ഒരു സാഹചര്യവും ഞങ്ങൾക്ക് ഇവിടെ ഇല്ല. ഞങ്ങൾ മരണം വരെയും ഞങ്ങൾ ഈ ഭാഗത്ത് ജീവിക്കേണ്ടവരാണ്. ഞങ്ങൾക്ക് ഇതല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. പശുക്കളെ വളർത്താൻ ഒരു നിവൃത്തിയില്ല. ഞങ്ങളുടെ വർഷം ഓരോ പശുക്കളെ കൊന്നൊഴിക്കാൻ ഞങ്ങളുടെ തൊഴുത്തിൽ 3 വർഷത്തിന് മുൻപ് തൊഴുത്തിൽ കയറി പശുവിനെ കൊല്ലുകയും അത് ഫോറസ്റ്റിനെ അറിയിച്ച് അവർ വന്ന് അന്വേഷിക്കുകയൊക്കെ ചെയ്തു. അതേപോലെ നമ്മുടെ മുറ്റത്ത് കരടി വരിക, അതും എല്ലാവർക്കും ഈ ലോകം മൊത്തം അറിഞ്ഞ ഒരു കാര്യമാണ്. കരടി മുറ്റത്ത് കയറി പകൽ ഒരു 10 മണിയായപ്പം ഞങ്ങൾക്ക് ഒത്തിരി മൃഗങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ല. ഇപ്പം ക്യാമറയിൽ കടുവയുടെ ദൃശ്യം പതിഞ്ഞതോടെ കുട്ടികളെ സ്കൂളിൽ വിടുന്നതിനും എസ്റ്റേറ്റ് തൊഴിലാളികൾക്ക് ജോലിക്ക് പോകുന്നതിനും ഭയമാണ്. അതിനാൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ അടിയന്തരമായി പിടികൂടാൻ വനംവകുപ്പ് തയ്യാറാകണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. കട്ടപ്പന കുട്ടിക്കാനം മലയോര ഹൈവേയുടെ ഭാഗമായി നിർമ്മിക്കുന്ന കലുങ്കുകൾ പൂർണ്ണമായി പണിയാൻ കരാറുകാർ താമസം വരുത്തുന്നതായി പരാതി. കട്ടപ്പന 20 ഏക്കറിലാണ് നിർമ്മാണത്തിലിരിക്കുന്ന കലുങ്ക് ഭീഷണി ഉയർത്തുന്നത്. ഐറിഷ് ഓടയടക്കം നിർമ്മിച്ചെങ്കിലും വാട്ടർ അതോറിറ്റി പൈപ്പുകൾ സ്ഥാപിക്കാൻ ഓടകൾ തകർത്തതും പ്രതിസന്ധിയുടെ ആക്കം കൂട്ടുന്നു. മലയോര ഹൈവേയുടെ ഭാഗമായി നിർമ്മിക്കുന്ന കലുങ്കുകളാണ് പൂർണ്ണമായി പണിയാൻ കരാറുകാർ കാലതാമസം വരുത്തുന്നത്. കട്ടപ്പന 20 ഏക്കറിൽ ഭാഗികമായി നിർമ്മിച്ച കലുങ്ക് കാൽനട യാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഭീഷണി സൃഷ്ടിക്കുകയാണ്. ഐറിഷ് ഓടയടക്കം നിർമ്മിച്ചുവെങ്കിലും വാട്ടർ അതോറിറ്റി പൈപ്പ് സ്ഥാപിക്കാൻ ഓട കുത്തിപ്പൊളിച്ചു. ഇത് അപകടാവസ്ഥയുടെ ആക്കം കൂട്ടി. ഇവിടെ രൂപപ്പെട്ടിരിക്കുന്ന അപകടാവസ്ഥ പരിഹരിക്കാൻ പ്ലാസ്റ്റിക് വള്ളി മാത്രമാണ് വലിച്ചു കെട്ടിയിരിക്കുന്നത്. ഒപ്പം ഇവിടെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കൊതുകുകൾ മുട്ടയിട്ട് പെരുകുന്നതിനും കാരണമാകുന്നുണ്ട്. ഈ 20 ഏക്കർ പട്ടണത്തിൽ ഈ റോഡ് തിരിയുന്നതിൻ്റെ ഒത്ത നടുക്ക് കൊണ്ടുവന്ന കലുങ്ക് പടത്ത് വെച്ചിട്ട് വാട്ടർ അതോറിറ്റിക്കാർ വെട്ടിപ്പൊളിച്ചിട്ട് 2 മാസക്കാലം കഴിഞ്ഞു. സ്കൂൾ തുറന്ന് ഈ ഹൈവേയിലൂടെ പോകുന്ന വാഹനങ്ങൾ, ഇതിലെ പോകുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും സുരക്ഷിതമുള്ള വാരിക്കേട് തീർത്ത് വെച്ചിരിക്കുന്ന PWD ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയും വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയും ഇത് ചോദിക്കാനോ ഇത് അന്വേഷിക്കാനോ ഈ നാട്ടിൽ അല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റിയോ ഇവിടെ ഒരു അധികാരികളുമില്ല. ഇത് വൻ ദുരന്തത്തിന് കഴിഞ്ഞ് വാരിക്കാട് തീർത്ത് വെച്ചിരിക്കുന്ന ഒരു രംഗം കണ്ടുപോയി. ഒരു കേവലം ഒരു പ്ലാസ്റ്റിക് വള്ളി, ഇതാണ് വാരിക്കാട്. ഈ മലയോര ഹൈവേയിൽ ജനങ്ങളോട് കാണിക്കുന്ന ഒരു നിരുത്തരവാദപരമായ സമീപനം. കലിങ്ങിന്റെയും ഓടയുടെയും നിർമ്മാണം പൂർത്തിയാക്കാത്തതിനൊപ്പം സ്വകാര്യ വ്യക്തി കലിങ്ങിന്റെ സ്വാഭാവിക രൂപം തടസ്സപ്പെടുത്തി പൈപ്പ് സ്ഥാപിച്ചതിനെതിരെ നടപടിയെടുക്കാനും അധികൃതർ വിമുഖത കാണിക്കുന്നുവെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു. സ്കൂൾ വിദ്യാർത്ഥികൾക്കടക്കം അപകട ഭീഷണി ഉയർത്തുന്ന സാഹചര്യം ഒഴിവാക്കാൻ കലിങ്ങിന്റെയും ഓടയുടെയും നിർമ്മാണം അടിയന്തരമായി പൂർത്തീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്.
മൂന്നാർ ഗ്യാപ് റോഡിൽ യുവാക്കൾ സാഹസിക യാത്ര നടത്തിയ വാഹനം മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്തു. തമിഴ്നാട് രജിസ്ട്രേഷൻ വാഹനമാണ് മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്തിട്ടുള്ളത്. വാഹനം മൂന്നാർ പോലീസിന് കൈമാറി യുവാക്കൾക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തു. കഴിഞ്ഞ ദിവസമായിരുന്നു മൂന്നാർ ഗ്യാപ് റോഡിൽ കാറിൽ സാഹസിക യാത്ര നടത്തിയ യുവാക്കളുടെ ദൃശ്യം പുറത്തുവന്നത്. തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള കാറിലായിരുന്നു യുവാക്കളുടെ യാത്ര. ശരീരം കാറിന്റെ ജനാലകൾ വഴി പുറത്തിട്ടായിരുന്നു യുവാക്കളുടെ അഭ്യാസ പ്രകടനം. ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി. തമിഴ്നാട്ടിലേക്ക് പോകുകയായിരുന്ന വാഹനം മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുക്കുകയായിരുന്നു. പിന്നീട് വാഹനം മൂന്നാർ പോലീസിന് കൈമാറി. യുവാക്കൾക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തു. തിങ്കളാഴ്ച മോട്ടോർ വാഹന വകുപ്പിന്റെ ഇടുക്കി ഓഫീസിലെത്താൻ യുവാക്കൾക്ക് ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകിയതായാണ് വിവരം. ഇനി HCN വാർത്താ പരമ്പര കുരുക്കഴിയാത്ത കട്ടപ്പന. കുരുക്കഴിയാത്ത കട്ടപ്പനയുടെ കുരുക്കഴിക്കാൻ നടപടിയെടുക്കുമെന്ന് നഗരസഭ അധികൃതർ. 26-ാം തീയതി ചേരുന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയിൽ വിഷയം ചർച്ചയാക്കുമെന്ന് നഗരസഭ അധ്യക്ഷ ബീന ടോമി വ്യക്തമാക്കി. ഹൈറേഞ്ച് വാർത്തയുടെ കുരുക്കഴിയാത്ത കട്ടപ്പന എന്ന പരമ്പരയെ തുടർന്നാണ് നടപടി. കട്ടപ്പനയിൽ നാളുകളായി തുടരുന്ന ഗതാഗത പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നത് അത്യന്താപേക്ഷിതമാണ്. ദിനംപ്രതി ഗതാഗത തടസ്സം മൂലം കട്ടപ്പന നഗരം ശ്വാസം മുട്ടുകയാണ്. നിരവധിയായ ബൈപ്പാസ് റോഡുകൾ ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിലും ആളുകൾ വേണ്ടത്ര ഗൗരവം ഇക്കാര്യത്തിൽ കാണിക്കുന്നില്ല. വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കുവാനാണ് നഗരസഭയുടെ തീരുമാനം. 26-ാം തീയതി ചേരുന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയിൽ വിഷയം ചർച്ചയാക്കുമെന്ന് നഗരസഭാ അധ്യക്ഷ ബീന ടോമി പറഞ്ഞു. കട്ടപ്പന നഗരസഭയുടെ ഗതാഗത കുരുക്ക് എത്രയും പെട്ടെന്ന് മാറാനുള്ള ഒരു നടപടി എടുക്കുകയും അതുപോലെ തന്നെ ബൈപ്പാസ് റോഡുകളെല്ലാം ജനങ്ങളിൽ അത് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ടൗണിൽ കൂടെയുള്ള ഗതാഗത കുരുക്ക് മാറ്റാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ബൈപ്പാസ് റോഡുകൾ ഉള്ള ആ റോഡുകളിൽ കൂടെ കൂടുതലും ടൗണിലേക്ക് വാഹനങ്ങൾ എത്താതെ ആ ബൈപ്പാസ് റോഡ് ഉപയോഗിക്കാനും കൂടെ ജനങ്ങൾ പരിശ്രമിക്കുക. ഇതാണ് നമ്മുടെ കട്ടപ്പനയിലെ ഏറ്റവും വലിയ കുരുക്കിൻ്റെ കാരണം. ഇതാണ് ഗതാഗത കുരുക്കിനോടനുബന്ധിച്ച് അടുത്ത റെഗുലേറ്റർ കമ്മിറ്റിയിൽ ഇത് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും അതിന് തീരുമാനമെടുക്കുകയും ചെയ്യുന്നതായിരിക്കും. ബൈപ്പാസ് റോഡുകൾ ഉപയോഗിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കാനും നഗരത്തിലെ ട്രാഫിക് കുരുക്ക് പരിഹരിക്കാൻ പോലീസ് സഹായമടക്കം ഉപയോഗിക്കാനും യോഗത്തിൽ ആലോചിക്കും. നിലവിൽ നിരവധിയായ ബൈപ്പാസ് റോഡുകൾ കട്ടപ്പനയിലുണ്ട്. ആളുകൾ അവ ഉപയോഗിക്കാതെ ടൗണിലേക്ക് എത്തുന്നതോടെ വലിയ ഗതാഗത പ്രതിസന്ധിയെയാണ് അഭിമുഖീകരിക്കുന്നത്. ജനങ്ങളുടെ ഈ പ്രതിസന്ധി ഹൈറേഞ്ച് വാർത്ത കുരുക്കഴിയാത്ത കട്ടപ്പന എന്ന പരമ്പരയിലൂടെ അധികാരികളുടെ മുന്നിലെത്തിച്ചിരുന്നു. വണ്ടൻമേട് വാഴവീടിന് സമീപം വൻമരം ഒടിഞ്ഞു വീണു. കനത്ത കാറ്റിലാണ് റോഡിലേക്ക് മരം ഒടിഞ്ഞു വീണത്. വണ്ടൻമേട് കറുവാക്കുളം കടച്ചിക്കടവ് റോഡിൽ വാഴവീടിന് സമീപമാണ് റോഡ് സൈഡിൽ നിന്ന് മരം ഒടിഞ്ഞു വീണത്. 3 വൈദ്യുതി പോസ്റ്റുകൾ ഒടിയുകയും സമീപത്തു നിന്ന് ഏലച്ചെടികൾ നശിക്കുകയും ചെയ്തു. കട്ടപ്പന ഫയർഫോഴ്സ് എത്തിയാണ് മരം മുറിച്ചു മാറ്റിയത്. 2 മണിക്കൂറോളം ഇവിടെ ഗതാഗതം തടസ്സപ്പെട്ടു. പ്രദേശത്ത് നിരവധി വൻമരങ്ങളാണ് അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നത്. രാമക്കൽമേട് വിനോദസഞ്ചാര കേന്ദ്രത്തിനടുത്ത് കഞ്ചാവ് ചെടി കണ്ടെത്തി. ഉടുമ്പൻചോല എക്സൈസ് റേഞ്ച് സംഘം നടത്തിയ റെയ്ഡിൽ രാമക്കൽമേട് ഉദയപുരം കോളനിയിൽ റോഡരികിൽ വളർന്നു നിൽക്കുകയായിരുന്ന 50 സെന്റിമീറ്റർ ഉയരമുള്ള കഞ്ചാവ് ചെടിയാണ് കണ്ടെത്തിയത്. ഉടുമ്പൻചോല എക്സൈസ് റേഞ്ച് സംഘം നടത്തിയ റെയ്ഡിലാണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. രാമക്കൽമേട് ഉദയപുരം കോളനിയിൽ റോഡരികിൽ വളർന്നു നിൽക്കുകയായിരുന്ന 50 സെന്റിമീറ്റർ ഉയരമുള്ള കഞ്ചാവ് ചെടിയാണ് കണ്ടെത്തിയത്. 2 മാസത്തോളം വളർച്ചയെത്തിയ ചെടിയാണിതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. ഉടുമ്പൻചോല റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ കെ വിനോദിന്റെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ PG രാധാകൃഷ്ണൻ, പ്രിവന്റീവ് ഓഫീസർമാരായ ഷനീജ് കെ, നൌഷാദ് M, മീരാൻ KS, ജോഷി VJ, സിവിൽ എക്സൈസ് ഓഫീസർ ബിലേഷ് VP എന്നിവരും പങ്കെടുത്തു. മൂന്നാറിൽ മുതിരപ്പുഴയിലേക്ക് മാലിന്യം നിക്ഷേപിച്ച 2 രാത്രികാല വഴിയോര കച്ചവടശാലകൾക്കെതിരെ നടപടി. വിൽപ്പനശാലയുടെ പ്രവർത്തനം അവസാനിപ്പിക്കുവാൻ ഗ്രാമപഞ്ചായത്ത് അധികൃതർ നിർദ്ദേശം നൽകി. മുതിരപ്പുഴയിലേക്ക് മാലിന്യം നിക്ഷേപിക്കുന്നത് വർദ്ധിക്കുന്നുവെന്ന പരാതി ഉയർന്നിട്ടുള്ള സാഹചര്യത്തിൽ കൂടിയാണ് പഞ്ചായത്തിന്റെ ഇടപെടൽ. മൂന്നാർ ടൗണിൽ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ ഭാഗത്ത് പ്രവർത്തിച്ചു വന്നിരുന്ന 2 രാത്രികാല വഴിയോര കച്ചവടശാലകൾക്കെതിരെയാണ് ഗ്രാമപഞ്ചായത്ത് നടപടി സ്വീകരിച്ചിട്ടുള്ളത്. പരിശോധനയിൽ ഇവിടെ നിന്നും മുതിരപ്പുഴയിലേക്ക് മാലിന്യം നിക്ഷേപിക്കുന്നതായി കണ്ടെത്തി.
ഈ സാഹചര്യത്തിലാണ് വ്യാപാരശാലകളുടെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ നിർദ്ദേശം നൽകിയതെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. മൂന്നാറിലെ മുതിരപ്പുഴയാറിൽ നിരന്തരമായിട്ട് മാലിന്യം വലിച്ചെറിയുന്നതായിട്ട് പരാതി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന 2 തട്ടുകടകളിൽ നിന്നാണ് പ്രധാനമായിട്ട് ഈ വലിച്ചെറിയലുണ്ടെന്ന് ശ്രദ്ധപ്പെട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് ആ 2 കടകളും പൂട്ടിച്ചിട്ടുണ്ട്. ബാക്കി ശിക്ഷാ നടപടികൾ പുറകെ സ്വീകരിക്കുന്നതാണ്. മുതിരപ്പുഴയിലേക്ക് മാലിന്യം നിക്ഷേപിക്കുന്നത് വർദ്ധിക്കുന്നുവെന്ന പരാതി ഉയർന്നിട്ടുള്ള സാഹചര്യത്തിൽ കൂടിയാണ് പഞ്ചായത്തിന്റെ ഇടപെടൽ. മുമ്പ് പഞ്ചായത്തിന്റെ ഇടപെടലിലൂടെ മുതിരപ്പുഴയിലേക്കുള്ള മാലിന്യ നിക്ഷേപം കുറയ്ക്കുവാൻ കഴിഞ്ഞിരുന്നു. വീണ്ടും മാലിന്യം നിക്ഷേപിക്കുന്ന പ്രവണത വർദ്ധിച്ച സാഹചര്യത്തിൽ പഞ്ചായത്തിന്റെ ശക്തമായ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം. അയ്യപ്പൻകോവിൽ ആറേക്കർ കിണർ ഭാഗത്തെ കോൺക്രീറ്റ് റോഡ് തകർന്നതോടെ യാത്രാക്ലേശം രൂക്ഷം. ഓട്ടോറിക്ഷ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഏറെ പ്രയാസപ്പെട്ടാണ് ഇതുവഴി കടന്നുപോകുന്നത്. അയ്യപ്പൻകോവിൽ ചിന്നനായ്ക്കൻകുടിയിൽ നിന്നും ആറേക്കർ ആദിവാസി കോളനി ഭാഗത്തേക്ക് പോകുന്ന വലിയ കയറ്റത്തിന്റെ മധ്യഭാഗത്ത് ചെയ്യുന്ന കിണറിനോട് ചേർന്ന ഭാഗത്താണ് റോഡിന്റെ കോൺക്രീറ്റ് തകർന്നു കിടക്കുന്നത്. എന്നാൽ നാളിതുവരെ അറ്റകുറ്റപ്പണി നടത്തി റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ നടപടി ഉണ്ടായിട്ടില്ല. കോൺക്രീറ്റ് ഇളകി വലിയ രീതിയിലുള്ള ഗർത്തമാണ് ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. കയറ്റം കയറി വരുന്ന വാഹനങ്ങൾ ഇതോടെ ഏറെ പ്രയാസപ്പെട്ടാണ് ഇതുവഴി കടന്നു പോകുന്നത്. ഇതിലെ സ്കൂൾ കുട്ടികളും അനേകം വണ്ടികൾ ഇതിൽ എപ്പോഴും കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. ഈ വഴിയിൽ ഈ കോൺക്രീറ്റ് ഇതുകൊണ്ട് ഇതുപോലെ കമ്പി തെളിഞ്ഞു നിന്നിട്ടും താഴേന്ന് ഒരു കാരണവശാലും വണ്ടിക്ക് കയറി വരാൻ മേലാത്തൊരു അവസ്ഥയും കൂടെ കൂടിയാണ്. കഴിഞ്ഞ ദിവസം ഇവിടുത്തെ നാട്ടുകാരെല്ലാം കൂടെ കൂടിയാണ് നമ്മളിവിടെ ഒരു കുറച്ച് മക്കിറക്കിയിട്ടെങ്കിലും അത് അത്ര പ്രായോഗികമല്ല. എങ്കിലും ഈ ഇതുപോലെ മഴ പെയ്യുന്നതുകൊണ്ട് ആ സാധനം ഒഴുകി പോവുകയുള്ളൂ. അല്ലാതെ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരുവിധ സഹകരണം നമ്മുടെ ഈ വാർഡിന് വേണ്ടിയിട്ട് ഉണ്ടാകുന്നില്ല. അനേക രോഗികളുള്ള ഒരു വഴിയാണ് ഈ ഭാഗമാണ് നമ്മുടെ ഈ ആറേക്കർ പോകുന്നത് കൂടി. എല്ലാവരും രാത്രി കാലങ്ങളിലൊന്ന് ഓടിപ്പോകാനോ നോക്കുവാണെങ്കിൽ വഴി ഇങ്ങനെ കിടക്കും. ഒരുമാതിരിപ്പെട്ട വണ്ടിക്കാരെ വിളിച്ചാൽ അവർ കയറി വരത്തില്ല. 2 പേരെയും കൊണ്ട് കയറി വന്നുകൊണ്ടിരുന്ന ഓട്ടോ ഇപ്പം അവിടുന്ന് താഴോട്ടൊന്നും കയറാൻ മേലാത്ത അവസ്ഥയാണ്. പിന്നെ ഈ വണ്ടിയുടെ പണിയും കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ആൾക്കാർ പോകുമല്ലോ. അതിൻ്റെ എന്നാണേലും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും മുൻകൈ എടുത്ത് ഈ റോഡ് എത്രയും പെട്ടെന്ന് നന്നാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. റോഡിന്റെ പല ഭാഗങ്ങളിലും കോൺക്രീറ്റുകൾ ഇളകി കമ്പികൾ വെളിയിലേക്ക് തള്ളി നിൽക്കുന്ന അവസ്ഥയുണ്ട്. ഇത് വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കാനും കാരണമാകുന്നു. റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് താൽക്കാലിക പരിഹാരം കാണാൻ പ്രദേശവാസികൾ കുഴികളിൽ മക്കിട്ടെങ്കിലും മഴ പെയ്തതോടെ ഇവ ഒലിച്ചുപോയി. നിരവധി യാത്രക്കാരും സ്കൂൾ വാഹനങ്ങളും കടന്നുപോകുന്ന റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഇടപെടണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. കട്ടപ്പന പുളിയൻമല നവദർശന ഗ്രാമിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന് മുന്നോടിയായും നവദർശന ഗ്രാമിന്റെ രജത ജൂബിലിയോടുമനുബന്ധിച്ചാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി പരിപാടി ഉദ്ഘാടനം ചെയ്തു. 1989 മുതൽ എല്ലാ വർഷവും ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുകയാണ്. ലഹരി ഉപയോഗം ഉപേക്ഷിക്കുക, ഉപയോഗിക്കുന്നത് തടയുക, ലഹരി വിമുക്ത സമൂഹത്തെ കെട്ടിപ്പടുത്തുക എന്നീ ആശയങ്ങളിൽ അവബോധമുണ്ടാക്കുന്നതിനാണ് ദിനാചരണം ലക്ഷ്യമിടുന്നത്. ദിനാചരണത്തിന്റെ മുന്നോടിയായിട്ടും നവദർശന ഗ്രാം രജത ജൂബിലിയോടനുബന്ധിച്ചുമാണ് ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചത്. കട്ടപ്പന നഗരസഭാ അധ്യക്ഷ ബീന ടോമി പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഓരോ കൂട്ടുകെട്ടുകളാണ് നമ്മളെ ഈ ഒരു പദവിയിലേക്ക് എത്തിക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം, ഞാൻ ആരായി തീരണം, ഞാൻ ഈ ഭൂമിയിൽ എങ്ങനെയായിരിക്കണം, വീട്ടിൽ എങ്ങനെയായിരിക്കണം, മക്കളുടെ അടുത്ത് എങ്ങനെയായിരിക്കണം. ഞാനത് തീരുമാനിക്കുന്നത്, നിങ്ങൾ ഓരോരുത്തരുമാണ് തീരുമാനിക്കുന്നത്. ഞങ്ങൾ വീട്ടിലുള്ളവർക്ക് ആർക്കും അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളാണ് നമ്മുടെ തീരുമാനങ്ങൾ. പരിപാടിയോടനുബന്ധിച്ച് അതിഥികളായി എത്തിച്ചേർന്നവരെ പൊന്നാടി അണിയിച്ചും ഉപഹാരങ്ങൾ നൽകിയും ആദരിച്ചു. തുടർന്ന് ലഹരി വിരുദ്ധ പ്രതിജ്ഞയും എടുത്തു. വിമുക്തി മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഡിജോ ദാസ് മുഖ്യപ്രഭാഷണം നടത്തി. നവദർശന ഗ്രാം ഡയറക്ടർ ഫാദർ തോംസൺ കൂടപ്പാട്ട്, CMI R ശശീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു. ഷീല ഷാജി എഴുതിയ സ്നേഹതീരം, മുഖമില്ലാത്ത സ്ത്രീ തുടങ്ങിയ പുസ്തകങ്ങളുടെ പ്രകാശനം അടിമാലിയിൽ നടന്നു. കോനാട്ട് പബ്ലിക്കേഷൻസ് ആണ് പുസ്തകങ്ങൾ പുറത്തിറക്കിയിട്ടുള്ളത്. സാഹിത്യകാരനും പ്രഭാഷകനുമായ റിജി നളന്ത പുസ്തക പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അടിമാലി നാഷണൽ ലൈബ്രറി ഹാളിലായിരുന്നു പുസ്തക പ്രകാശനം നടന്നത്. അധ്യാപക ജീവിതത്തിൽ നിന്നും വിരമിച്ച ഷീല ഷാജി എഴുതിയ സ്നേഹതീരം, മുഖമില്ലാത്ത സ്ത്രീ തുടങ്ങിയ പുസ്തകങ്ങളുടെ പ്രകാശനമാണ് നടന്നത്. സ്നേഹതീരം കവിതാ സമാഹാരവും മുഖമില്ലാത്ത സ്ത്രീ കഥാസമാഹാരവുമാണ്. സാഹിത്യകാരനും പ്രഭാഷകനുമായ റിജി നളന്ത പുസ്തക പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വർഷങ്ങൾക്ക് മുമ്പ് 125 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്, ഒന്നിനും ഇല്ല നില
ഉന്നതമായ കുന്നുമെന്നല്ല, ഈ ആഴിയും ഒരിക്കൽ നശിച്ചു പോകും എന്നത് ഓർത്താൽ എല്ലാം നശിച്ചുകളാണ്. പലപ്പോഴും നമ്മൾ വിചാരിച്ചു നമ്മുടെ വീടിന്റെ പിന്നാമ്പുറത്തെ കുന്നുകൾ നശിക്കരുത്. പക്ഷേ നേരെ എഴുന്നേറ്റപ്പോൾ വീടിന്റെ പിന്നാമ്പുറത്തെ കുന്ന് കാണാനില്ല. അത് ജേക്കബും സിറിന്റെ കാര്യത്തിലൂടെ ഉണ്ടാക്കിയ ആ വലിയ വിഷയം സാഹിത്യകാരനും മാധ്യമപ്രവർത്തകനുമായ ആന്റണി മുനിയറ പുസ്തക അവതരണം നടത്തി. അവതാരികയും പഠനമൊക്കെ ഈ പുസ്തകത്തിന് അധികം കാരണം എന്താണ്, നമ്മുടെ ആ വായനാക്ഷമത ആദ്യം തൊട്ട് അവസാനം വരെ ലളിതമായി കൃത്യമായി മുന്നോട്ട് പോകത്തക്ക തരത്തിലുള്ള ഒരു രചനാ ചാതുര്യം. KSSPA ജില്ലാ വനിതാ ഫോറം പ്രസിഡന്റ് അൽഫോൻസ ജോസഫ് ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. കവിയും മാധ്യമപ്രവർത്തകനുമായ അക്ബർ, കഥാകൃത്ത് KG മോഹനൻ എന്നിവർ ചേർന്ന് പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു. ശിവരാമൻ പണിക്കർ, ജോസ് ജോസഫ് എന്നിവർ ചേർന്ന് പുസ്തകങ്ങൾ സ്വീകരിച്ചു. TM ജോയി, ആനി ജോസഫ്, റോയി സെബാസ്റ്റ്യൻ, അജിത കുമാരി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. കോനാട്ട് പബ്ലിക്കേഷൻസാണ് പുസ്തകങ്ങൾ പുറത്തിറക്കിയിട്ടുള്ളത്. കട്ടപ്പന ശ്രീ വിരാട് വിശ്വബ്രഹ്മ ക്ഷേത്രത്തിന്റെ 25ാമത് പ്രതിഷ്ഠാ വാർഷികം നടന്നു. ചടങ്ങിനോടനുബന്ധിച്ച് കലശാഭിഷേകം, അഷ്ടദ്രവ്യ ഗണപതി ഹോമം, ദേവിക്ക് പൊങ്കാല എന്നിവയും നടത്തി. കട്ടപ്പന ശ്രീ വിരാട് വിശ്വബ്രഹ്മ ക്ഷേത്രത്തിന്റെ 25ാമത് പ്രതിഷ്ഠാ വാർഷികം വിപുലമായ ചടങ്ങുകളോടെയാണ് നടന്നത്. പുല്ലാട് ആചാര്യ സുനിൽ മഹാദേവ് തന്ത്രികളുടെയും മേൽശാന്തി ബാലകൃഷ്ണ ശർമ്മയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് വിശ്വകർമ്മദേവന്റെ പ്രതിഷ്ഠാ വാർഷിക ദിനം ആചരിച്ചത്. നിരവധി ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തു. കട്ടപ്പന വിശ്വകർമ്മ ക്ഷേത്രത്തിലെ 25ാമത് വാർഷികമാണ് ഇന്നിവിടെ നടക്കുന്നത്. സർവലോക സൃഷ്ടാവായ ശ്രീ വിശ്വകർമ്മദേവൻ ലോക നന്മയ്ക്കായി ചെയ്തിട്ടുള്ള സർവ്വവേദങ്ങളുടെയും അധിപനാണ് ശ്രീ വിശ്വകർമ്മദേവൻ. വിശ്വകർമ്മദേവൻ്റെ നാമധേയത്തിലുള്ള ഇടുക്കി ജില്ലയിലെ ഏക ക്ഷേത്രമാണ് കട്ടപ്പനയിൽ കുടികൊള്ളുന്ന ഈ ക്ഷേത്രം. നമ്മളെല്ലാവരും വിശ്വകർമ്മജരാണ്. വിശ്വകർമ്മ മഹാദേവൻ്റെ സന്തതി പരമ്പരയിൽപ്പെട്ടവരാണ്. അപ്പോൾ വിശ്വകർമ്മദേവനെ വണങ്ങുകയും ആ വിശ്വകർമ്മദേവൻ്റെ അനുഗ്രഹാശം നമുക്ക് വളരെയേറെ അഭിവൃദ്ധി പ്രാപിക്കാനും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ആ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ ജീവിതം സുഖമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ വിശ്വകർമ്മ മഹാദേവനെ ആശ്രയിച്ചെങ്കിൽ മാത്രമേ അത് സാധിക്കുള്ളൂ. അതുകൊണ്ട് ഏറ്റവും എല്ലാവരും കൂടെ ഒന്നിച്ച് നിന്നുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ നമ്മളെ നല്ല രീതിയിലേക്ക് നയിക്കണം. ഇപ്പം കട്ടപ്പനയെ സംബന്ധിച്ച് കട്ടപ്പനയുടെ മാത്രമേ ഉള്ളൂ, ഇടുക്കി ജില്ലയ്ക്ക് അത് കട്ടപ്പനയിൽ മാത്രമേ ഉള്ളൂ ഈ ക്ഷേത്രം. അപ്പോൾ ഈ ക്ഷേത്രം ഒരു മഹാക്ഷേത്രമായി ഉയർത്തുന്നതിന് വേണ്ടി ഉള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ആളുകൾ ഒന്നടങ്കം ചെയ്യണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ക്ഷേത്രം പ്രസിഡന്റ് ശിവൻകുട്ടി AG, സെക്രട്ടറി വേലായുധൻ PU, ഖജാൻജി ജയാമണി രാജപ്പൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. അയ്യപ്പൻകോവിൽ ആലടി SNDP ശാഖായോഗത്തിൽ പ്രവേശനോത്സവം നടന്നു. മലനാട് യൂണിയൻ സെക്രട്ടറി വിനോദ് ഉത്തമൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അയ്യപ്പൻകോവിൽ തോണിത്തടി ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിൽ വെച്ചാണ് പ്രവേശനോത്സവം നടന്നത്. മലനാട് യൂണിയൻ സെക്രട്ടറി വിനോദ് ഉത്തമൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അവസാന കാലഘട്ടം വരുന്ന കുട്ടികളെ കാണാറില്ല. നമുക്കറിയാം, നമുക്ക് ഭൗതികപരമായ നേട്ടങ്ങൾക്കൊപ്പം തന്നെ ആത്മീയപരമായും സാമൂഹ്യപരമായ ഒരു പഠനം ആണ് ബാലവേദി ക്ലാസ് ഉദ്ദേശിക്കുന്നത്. സമൂഹത്തിലെ നന്മകളെ തിരിച്ചറിയുന്നതിനും നമ്മൾ സംഘടനയെ അറിയുന്നതിനും സംഘടനാ നേതാക്കന്മാരെ അറിയുന്നതിനും സംഘടനാ പ്രവർത്തനത്തെ അറിയുന്നതിനും ഒക്കെ ഈ ബാലവേദി ക്ലാസ്സുകൾ ഉതകും. നമ്മുടെ മുന്നോട്ടുള്ള വിദ്യാഭ്യാസത്തിനും അവരുടെ കുടുംബജീവിതത്തിനും ഒക്കെ അത് വളരെ പ്രയോജനകരമായി മാറും. ആ തരത്തിൽ നമ്മുടെ കുട്ടികളെ സമൂഹത്തിലെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇതുപോലുള്ള പഠന ക്ലാസ്സുകളിലും ആത്മീയ പ്രഭാഷണങ്ങളും ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് നല്ല നാളേക്കായി നമ്മുടെ കുട്ടികളെ വാർത്തെടുക്കുന്നതിന് ഓരോ മാതാപിതാക്കളും തയ്യാറാകണം. അനീഷ് ബാബു കുമ്പളമണ്ണിൽ അധ്യക്ഷനായിരുന്നു. ശാഖാ വൈസ് പ്രസിഡന്റ് ബൈജു ചെമ്പൻകുളം, വിനോദ് വരയാത്ത, മല്ലിക സുജി തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു. ഇരട്ടിയാർ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ആയുർവേദ ആശുപത്രിയും പരിസര പ്രദേശങ്ങളും ശുചീകരിച്ചു. ലയൺസ് ക്ലബ് പ്രസിഡന്റ് ബിനുമോൻ K ബേബി ശുചീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ആശുപത്രിയും പരിസര പ്രദേശങ്ങളും കാടുപടലങ്ങളാൽ മൂടപ്പെട്ടത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് സേവന പ്രവർത്തനങ്ങളുമായി ഇവർ രംഗത്ത് വന്നത്. അടുത്ത നാളിലാണ് ഇരട്ടിയാർ കേന്ദ്രമായി ലയൺസ് ക്ലബ്ബ് പ്രവർത്തനം ആരംഭിച്ചത്. വിവിധ മേഖലകളിൽ നിന്നുള്ളവർ ക്ലബിന്റെ ഭാഗമാണ്. സാമൂഹിക സേവനമടക്കമുള്ള ലക്ഷ്യത്തിൽ ഊന്നിയുള്ള പ്രവർത്തനങ്ങളാണ് ക്ലബ്ബ് നടത്തുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇരട്ടിയാർ ആയുർവേദ ആശുപത്രിയും പരിസര പ്രദേശവും ശുചീകരിച്ചത്. ഈ ഭാഗം കാടുപടലങ്ങളാൽ മൂടപ്പെട്ട് കിടന്ന ഇടുജന്തുക്കളുടെ താവളമായിരുന്നു. പരിസരത്ത് അലക്ഷ്യമായി കിടന്നിരുന്ന പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങളും ഇവർ നീക്കം ചെയ്തു. ആയുർവേദ ആശുപത്രിക്ക് സമീപം റോഡ് മറഞ്ഞു നിന്നിരുന്ന കാടുപടലങ്ങളും വെട്ടിമാറ്റി. ഇരട്ടിയാർ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ്
ചെയർമാൻ ബിനിമോൻ കെ ബേബി, അംഗങ്ങളായ ജോജൻ ജോസഫ്, അനിൽ രവീന്ദ്രൻ, വി ജെ ജോസഫ്, ജെയ്മോൻ വർഗീസ്, ഫിലിപ്പ് കെ എസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കട്ടപ്പന 20 ഏക്കറിൽ ശുചീകരണം നടത്തി. എയിം SHGയുടെയും CITUവിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ശുചീകരണ പ്രവർത്തനം നടത്തിയത്. 20 ഏക്കർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എയിം SHGയുടെയും ഹെഡ്ലോഡ് ആൻഡ് ടിംബർ വർക്കേഴ്സ് യൂണിയൻ CITUവിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു ശുചീകരണം. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി 20 ഏക്കറിൽ എയിം SHGയുടെയും CITU ഹെഡ്ലോഡ് ആൻഡ് ടിംബർ വർക്കേഴ്സ് യൂണിയൻ CITUവിന്റെയും നേതൃത്വത്തിൽ ഇന്ന് 20 ഏക്കർ പരിസര പ്രദേശങ്ങളും 20 ഏക്കറും ശുചീകരിക്കും. അതിന് ഈ നാട്ടിലെ എല്ലാവിധ ജനങ്ങളുടെ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ പരിപാടിയിൽ തുടങ്ങുന്നത്. ഈ പരിപാടിക്ക് വേണ്ട എല്ലാ സഹകരണങ്ങളും ഈ നാട്ടിലെ ജനങ്ങൾ, വ്യാപാരികൾ, സമൂഹവാസികൾ എല്ലാവരും ഞങ്ങളെ സഹകരിക്കുന്നതും ഞങ്ങളോടൊത്ത് പ്രവർത്തിക്കുന്നതുമാണ്. നിരവധി ആളുകൾ എത്തുന്ന 20 ഏക്കർ ജംഗ്ഷനിൽ മാലിന്യം അലക്ഷ്യമായി കിടന്നിരുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഈ സാഹചര്യത്തിലാണ് മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും കാടുപടലങ്ങൾ വെട്ടി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തത്. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പെൺകരങ്ങൾക്ക് വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണി ചെയ്യുവാൻ സാധിക്കുമോ എന്ന ചോദ്യത്തിന് മറുപടിയുണ്ട് ഇങ്ങ് വണ്ടിപ്പെരിയാർ ചോറ്റുപാറയിൽ. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് വാഹനങ്ങളുടെ യന്ത്ര തകരാറുകൾ അടക്കമുള്ള അറ്റകുറ്റപ്പണികൾ നടത്തുന്ന വിജയറാണി എന്ന വീട്ടമ്മ. മെക്കാനിക്കായിരുന്ന ഭർത്താവിന്റെ വിയോഗത്തിന് ശേഷം മകൻ നിഷാന്തിനൊപ്പം ഒരു സമ്പൂർണ്ണ വർക്ക്ഷോപ്പുകാരിയായി മാറിയ വിജയറാണിയുടെ ജീവിത വിജയഗാഥയൊന്ന് കണ്ടുവരാം. വർഷങ്ങൾക്ക് മുൻപ് തമിഴ്നാട് ചെങ്കോട്ടയിൽ നിന്നും ഗവി പച്ചക്കാണത്ത് ജോലിക്കായി വന്ന കുടുംബത്തിൽ പിറന്ന വിജയറാണി തമിഴ്നാട് പുതുക്കോട്ട സ്വദേശിയും വർക്ക്ഷോപ്പ് ജോലിക്കാരനുമായിരുന്ന ദുരൈ എന്നറിയപ്പെടുന്ന ഗുപേന്ദ്രനെ വിവാഹം കഴിച്ചതോടെയാണ് വർക്ക്ഷോപ്പ് ജോലികൾ കണ്ടു തുടങ്ങിയത്. മകൻ നിഷാന്ത് ചെറുപ്പം മുതൽ കളിച്ചു വളർന്നത് ഈ വർക്ക്ഷോപ്പിലായിരുന്നു. 1 വർഷം മുൻപ് ഗുപേന്ദ്രൻ മരിച്ചതോടെ വിജയറാണി മകനൊപ്പം വർക്ക്ഷോപ്പിലെ ജോലികൾ ഏറ്റെടുത്ത് ഈ രംഗത്തേക്ക് കടന്നുവരികയായിരുന്നു. എൻ്റെ ഭർത്താവ് ഉള്ളപ്പോഴേ ഞാനിവിടെ വർക്ക്ഷോപ്പിൽ പണിക്ക് വരുമായിരുന്നു. എന്നെ പുള്ളിയോടൊപ്പം ചെറിയ സഹായങ്ങളൊക്കെ ചെയ്ത് ഞാൻ പുള്ളിയോടൊപ്പം പണി പിള്ളേർക്ക് ഇവനിക്കും പറഞ്ഞു കൊടുക്കുകയും എല്ലാം ചെയ്ത് പിന്നെ പതിയെ ഇപ്പം ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവുക. വലിയ പ്രയാസങ്ങളാണേലും ഞങ്ങൾ വലുതായിട്ടൊന്നും അത് ഇതാക്കാതെ ഞങ്ങളുടെ ജോലിയുണ്ട്, ഞങ്ങളുണ്ട് എന്ന രീതിയിൽ പോകുന്നു. പുള്ളിയുടെ അതിന് പണി പഠിച്ചു. ഇല്ല ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നു. വിവിധ വാഹനങ്ങളുടെ പാച്ച് വർക്ക്, ബോഡി നിർമ്മാണം, പെയിന്റിംഗ് തുടങ്ങിയവ ചെയ്തു നൽകിയിരുന്ന ദുരൈ വർക്ക്ഷോപ്പിലെ വിശ്വാസ്യത കണക്കിലെടുത്ത ആളുകൾ ഇവിടേക്ക് വാഹനങ്ങളുമായി എത്തി തുടങ്ങി. വർക്ക്ഷോപ്പിലെ ജോലിയിൽ തൃപ്തനായ കുമളി സ്വദേശി മോഹൻരാജ് കഴിഞ്ഞ 20 വർഷമായി ഇവിടെ തന്നെയാണ് വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നത്. നമ്മൾ ഈ വർക്ക്ഷോപ്പിൽ 20 വർഷമായിട്ട് ഈ വണ്ടി പണിയുന്നുണ്ട്. നമ്മുടെ എല്ലാ വണ്ടികളും ഇവിടെയാണ് പണിയുന്നത്. വണ്ടി പണിയിൽ നല്ല വൃത്തിയുണ്ട്, നല്ല ആത്മാർത്ഥയോട് പണിത് തരും, നല്ല ഫിനിഷിങ് വർക്ക്. അതുകൊണ്ട് നമ്മൾ തുടരെ വേറെ എവിടെയും പോകാതെ പെയിന്റിങ് വർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ മാത്രമേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാഹന ജോലികളിൽ ഗുപേന്ദ്രനാശാന്റെ അതേ മികവിൽ തന്നെയാണ് വിജയറാണിയും മകനും വാഹനങ്ങളുടെ കേടുപാടുകൾ പരിഹരിക്കുന്നത്. നേരത്തെ ഒരു വണ്ടി ഉണ്ടായിരുന്നു, ജീപ്പായിരുന്നു. അത് ഇവിടെ തന്നെ പെയിന്റ് അടിച്ചിട്ട് അത് അണ്ണനായിരുന്നു അടിച്ചത്. കുഴപ്പമില്ലായിരുന്നു. നമുക്ക് നല്ല ഗ്രാൻഡായിട്ടാണ് ഒരു പെയിന്റ് അടിച്ച് 4 വർഷം വരെ ടെസ്റ്റ് ചെയ്തതാണ്. അപ്പം പിന്നെ അതേ ഒരു ഇത് തന്നെ വേറെ വണ്ടി വന്നപ്പോൾ അച്ഛൻ എന്തെങ്കിലും അങ്ങനെ ചെയ്യുന്നുള്ളൊരു വിശ്വാസത്തിൽ കൊണ്ടുവരികയാണ്. നമുക്ക് ഇതുവരെ തെറ്റിയാണ് ചെയ്തതല്ല, നല്ല ഗ്രാൻഡായിട്ട് തന്നെ വരും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. 2 വർഷം മുൻപ് +2 പഠനം പൂർത്തിയാക്കിയ നിഷാന്ത് തുടർ പഠനത്തിന് പോയാൽ അമ്മ തനിച്ചാകുമെന്ന് കരുതി അമ്മയുടെ ഒപ്പം നിൽക്കുകയാണ്. നമ്മൾ പെയിന്റിങ്ങാണ് മെയിൻ. അച്ഛൻ പിന്നെ പാച്ച് വർക്ക് ഇതായിട്ട് നോക്കുന്നത്. അച്ഛൻ പാച്ച് വർക്കാണ് മെയിനായിട്ടുണ്ട്. നമ്മൾ പെയിന്റിങ്ങാണ് നോക്കുന്നത്. അപ്പം പുതിയതായിട്ട് വരുന്ന പെയിന്റിങ്ങൊക്കെയാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ക്രിസ്റ്റൽ പെയിന്റിങ് അതുപോലത്തെ വരുന്ന പെയിന്റിങ്ങൊക്കെ നമ്മൾ നോക്കുന്നത്. ഗ്രാഫിക്സ് അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ അവരിങ്ങനെ പോവുക. എല്ലാവിധ വാഹനങ്ങളുടെയും അറ്റകുറ്റപ്പണികൾ
ഇവർ ഏറ്റെടുത്തു നടത്തും. ജില്ലയിൽ സ്ത്രീകൾ അധികം കടന്നു ചെല്ലാത്ത വർക്ക്ഷോപ്പ് ജോലിയിൽ പെൺകരുത്തായി മാറിയ വിജയറാണിയുടെ മുൻപോട്ടുള്ള ജീവിതവും ഇങ്ങനെ വിജയമായി തീരട്ടെയെന്ന് ആശംസിക്കാം. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. കേരള പോലീസ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനം കട്ടപ്പനയിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. പോലീസുകാരുടെ ആത്മഹത്യ ഗൗരവത്തോടെയാണ് സർക്കാർ നോക്കിക്കാണുന്നതെന്ന് മന്ത്രി. കടുവ ഭീതിയിൽ വണ്ടിപ്പെരിയാർ തങ്കമല മാട്ടുപ്പെട്ടി മേഖല. കടുവയുടെ കാൽപ്പാടുകൾ കണ്ടതിനെ തുടർന്ന് വനംവകുപ്പ് സ്ഥാപിച്ച ക്യാമറയിൽ കടുവയുടെ ദൃശ്യം പതിഞ്ഞു. ഇതോടെ പ്രദേശത്തെ 30ഓളം കുടുംബങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായ കടുവയെ കെണിവെച്ച് പിടികൂടണമെന്ന ആവശ്യവുമായി നാട്ടുകാർ. കട്ടപ്പന കുട്ടിക്കാനം മലയോര ഹൈവേയുടെ ഭാഗമായി നിർമ്മിക്കുന്ന കലിങ്കുകൾ പൂർണ്ണമായി പണിയാൻ കരാറുകാർ താമസം വരുത്തുന്നതായി പരാതി. നിർമ്മാണത്തിലിരിക്കുന്ന കലിങ്ക് ഭീഷണി ഉയർത്തുന്നത് കട്ടപ്പന 20 ഏക്കറിൽ. മൂന്നാർ ഗ്യാപ് റോഡിൽ യുവാക്കൾ സാഹസിക യാത്ര നടത്തിയ വാഹനം മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്തു. മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്ത തമിഴ്നാട് രജിസ്ട്രേഷനുള്ള വാഹനം മൂന്നാർ പോലീസിന് കൈമാറി. യുവാക്കൾക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.